ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഓലപ്പക്കവട, അതായത് റിബൺ നുറുക്ക് വീട്ടിലെങ്ങനെ ഈസിയായി തയ്യാറാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. ഇനി അതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടിയിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ പൊടി ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നുറുക്കിന് വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലാതിരിക്കുമ്പോൾ നമ്മുടെ മാവ് ലൂസായി പോവുകയാണ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ നുറുക്കിനുള്ള മാവ് വേണ്ടത് അത്യാവശ്യം ലൂസും ടൈറ്റും അല്ലാത്ത പരുവത്തിലുള്ളൊരു മാവാണ് വേണ്ടത്. ഇനിയിപ്പോൾ മാവ് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ മാവ് നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു അച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓലപ്പക്കവട റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു അച്ചിന് ഇപ്പോൾ 4 ഹോളുണ്ട്. ഒരു ഹോളുള്ള അച്ചും കാണാറുണ്ട്. ഇനി നമുക്ക് 7 ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അച്ച് ഇറക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശെയായി മാവ് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം സിമ്മിലേക്ക് തന്നെ ഇട്ട് മാവൊന്ന് പ്രസ് ചെയ്ത് ചുറ്റിച്ചെടുക്കാം. ഫ്ലെയിം ഒരിക്കലും കൂട്ടിക്കൊടുക്കരുത്, ഇതിന്റെ കളർ ചേഞ്ച് ആവും. സിമ്മ് ഫ്ലെയിമിൽ വേണം ഇത് കുക്കാവാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ബാച്ച് നമുക്ക് പ്രസ് ചെയ്തൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നുറുക്കിന്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറുമുറ ഓലനുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് കടലപ്പൊടിയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു നുറുക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.